ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ആദ്യം തന്നെ അത് നിങ്ങളുടെ പ്രയോറിറ്റിയാണ്, നിങ്ങളാണ് അത് ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെ ചൂസ് ചെയ്യുമെന്നാണ് നാം ഇന്നിവിടെ പറയുന്നത്. ഫസ്റ്റത്തെ കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, യു ആർ നോട്ട് പിക്കിംഗ് എ പെൻ ഓർ എ മൂവി. നല്ല വൈബ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അതൊന്നും നോക്കിയല്ല നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിന് ലെസ് പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി സ്റ്റഡി എന്നുള്ളതാണ്. നമ്മുടെ പഠനത്തിനാവശ്യമുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം ഓഫ്ലൈൻ ഓർ ഓൺലൈൻ. നിങ്ങൾ ഓഫ്ലൈനാണോ സെലക്ട് ചെയ്യുന്നത് അതോ ഓൺലൈനാണോ സെലക്ട് ചെയ്യുന്നത് നിങ്ങളത് ശ്രദ്ധിക്കണം. ഈ ഓഫ്ലൈൻ ആണെങ്കിൽ അതിൻ്റെ പെക്യുലാരിറ്റീസ് JEE അല്ലെങ്കിൽ നീറ്റ് ഓറിയൻറ്റഡ് ലെക്ചേഴ്സ് കാണും, സ്റ്റഡി മെറ്റീരിയൽസ് കാണും, ടെസ്റ്റ് സീരീസ് കാണും, ഡൗട്ട് സോൾവിങ് സിസ്റ്റം കാണും, മെൻറ്ററിങ് സപ്പോർട്ടും കാണും. ഈ മെൻറ്ററിങ് സപ്പോർട്ട് എന്ന് പറയുമ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരാൾ വന്ന് മെൻറ്ററിങ് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് വന്ന് നിങ്ങൾക്കൊരു മെൻറ്ററിങ് മോട്ടിവേഷൻ തരുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് വേണ്ടിയുള്ള മെൻറ്ററൊന്നും അതൊന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഒരു സെൻറ്ററിൽ തന്നെ 3000-4000 പിള്ളേരാണ് ഈ JEE നീറ്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. ഇനി നമ്മൾ ഓഫ്ലൈൻ ബാച്ചിൻ്റെ അഡ്വാൻറ്റേജസിലോട്ട് കിടക്കുകയാണെങ്കിൽ ലെസ് ഡിസ്ട്രാക്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് ഡിസ്ട്രാക്ഷൻ കുറവാണ്. പിന്നെ ക്ലാസ് റൂം ഫീലിംഗ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഇൻട്രാക്ഷൻ കിട്ടും. ഈ സാറിനോടും പഠിപ്പിക്കുന്ന സാറുമാരോട് ഇൻട്രാക്ഷനിലൂടെ നമുക്ക് ഒരുപാട് പഠിക്കാൻ കഴിയും. പിന്നെ നമുക്ക് അപ്പോൾ തന്നെ വരുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഡിസഡ്വാൻറ്റേജിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഹൈ ഫീസ് ആയിരിക്കും. ഓഫ്ലൈൻ ബാച്ചിന് ഹൈ ഫീസ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്ത് വേണം ക്ലാസ്സിൽ ചെല്ലാൻ. സോ അത് നിങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ പരീക്ഷയൊക്കെ ആകുമ്പോഴത്തേനും അതൊരു ബുദ്ധിമുട്ടായി തുടങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ നോ റെക്കോർഡിംഗ് ക്ലാസ്. ഞാൻ ഹൈബ്രിഡ് ബാച്ചിനെ പറ്റി പറയുകയില്ല. ഹൈബ്രിഡ് ബാച്ചിനെ പറ്റി ഞാൻ അവസാനം പറയാം. ഇവിടെ അല്ലാതെയുള്ള ഓഫ്ലൈൻ ബാച്ചിൽ നോ റെക്കോർഡ് ക്ലാസ് ആണ്. ഇനി ഞാൻ ഹൈബ്രിഡ് ബാച്ചിനെ പറ്റി, പിന്നെ ഹൈബ്രിഡ് ബാച്ച് എന്ന് പറയുമ്പം അത് ഏറ്റവും നല്ലൊരു ചോയ്സാണ് എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്നുള്ള ഹൈബ്രിഡ് ബാച്ച് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഒരു ക്ലാസ് മിസ്സായി പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓൺലൈൻ വേർഷൻ കിട്ടും. അത് മറ്റു ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊന്നും ഇല്ലാത്ത പെക്യുലാരിറ്റിയാണ് ഹൈബ്രിഡ് ബാച്ചിലുള്ളത്. ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സായിപ്പോയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് മനസ്സിലായില്ലെങ്കിൽ മറ്റ് സാറ് പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് ആപ്പിൽ കിട്ടും. ഇത് ഞാൻ ഓരോ ബ്രില്യൻ്റ് പോലുള്ള ബ്രില്യം, സൈലം, എഡിപോർട്ട് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മറ്റത് ഓൺലൈനാണ്. ഓൺലൈനിലാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്യും. മറ്റൊന്ന് ലൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വിർച്വൽ ആയിട്ടുള്ള ലൈവ്. പിന്നെ ഡൗട്ട് സോൾവിങ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ മെൻ്റൽ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓൺലൈനിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ആക്സസിബിലിറ്റി തന്നെയാണ് ഏറ്റവും നല്ല അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് എപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റും. മറ്റൊന്ന് അഫോർഡബിൾ ആണ്. അക്കോർഡിംഗ് ടു ഓഫ്ലൈൻ, ഓൺലൈൻ ഈസ് അഫോർഡബിൾ. ദെൻ ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് എപ്പോൾ സമയമുണ്ടെങ്കിൽ ക്ലാസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഉച്ച കഴിഞ്ഞ് ക്ഷീണമാണ്. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് നമുക്ക് ക്ഷീണമാണെങ്കിൽ നമുക്ക് ക്ലാസ് കാണാം. ഇതാണ് ഇപ്പോൾ ഓൺലൈൻ ബാച്ചും ഓഫ്ലൈൻ ബാച്ചും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയട്ടെ, നിങ്ങളാണ് ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, അതടുത്താണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ഒരു 12 കിലോമീറ്ററൊക്കെ ഉള്ളെങ്കിൽ അത് ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ബ്രില്യൻ്റ് സ്റ്റുഡൻസ് ഒരുപാട്. ഈ പ്രാവശ്യം തന്നെ 4 ഫസ്റ്റ് റാങ്കാണ് നീറ്റിൽ ബ്രില്യൻ്റിൽ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സൈലമുണ്ട്, എഡിപോർട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ അലൻ അക്കാഡമി, കോട്ട ഭാഗത്തോട്ട് അവിടോട്ട് ചെല്ലുകയാണെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോട്ടയിലൊക്കെ പഠിക്കുന്ന പിള്ളേർ 7ാം ക്ലാസ് ആകുമ്പോൾ തന്നെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് അത് 12th പഠിക്കുന്നതാണ്. അത് അവർ 7ാം ക്ലാസ്സിൽ തന്നെ അത് പഠിക്കുകയും ചെയ്യും.
അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ 8th 9th 10th അവർ ഫൗണ്ടേഷൻ ചെയ്യും. ഫൗണ്ടേഷനിൽ വെറുതെ പ്രാധാന്യം കൊടുക്കാറുമില്ല. അത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കാര്യമല്ല പറയുന്നത്, കുട്ടികളുടെ കാര്യമാണ്. അത് കഴിഞ്ഞ് 11th ചെല്ലുമ്പോഴാണ് ഈ പലരും ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികൾ. അപ്പോൾ തന്നെ അവർക്ക് പാടായി തുടങ്ങും. അങ്ങനെ +1ഉം +2ഉം കഴിഞ്ഞ് നമ്മൾ മത്സരിക്കാൻ പോകുന്ന ആരോടാ? 7th തന്നെ ട്രൈഗണോമെട്രിക് ഇക്വേഷൻസ് പഠിച്ച് അത്രയും അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്ന പിള്ളേരുമായിട്ടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ചൂസ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ഈ ബോർഡൊക്കെ കണ്ട്, ഈ ഫ്ലെക്സൊക്കെ കണ്ട് അവിടെ ഒളിമ്പിയാഡുണ്ട്, ക്യൂസാറ്റ് ഉണ്ട്, JEE ഉണ്ട്, നീറ്റ് ഉണ്ട് എന്നൊക്കെ നോക്കുന്നതിനേക്കാളും നിങ്ങൾ അവിടെ ചെന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ ഞാൻ എനിക്ക് പേര് പറയാൻ കഴിയില്ല, ഇതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചേരാൻ പോകുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.